ഇന്ന് ആഗസ്റ്റ് 7. പ്രശസ്ത കവിയും തത്വചിന്തകനുമായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ചരമവാർഷികം. കവിത, ഗാനങ്ങൾ, ചെറുകഥ, നാടകങ്ങൾ തുടങ്ങി നിരവധി കൃതികൾ രചിച്ച ഒരു സമർത്ഥനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ഗുരുദേവ്, വിശ്വകാവി, കവിഗുരു തുടങ്ങി നിരവധി പേരുകളിൽ പ്രശസ്തനായ രവീന്ദ്രനാഥിനെ ബംഗാളിലെ ബാർഡ് എന്നും വിളിക്കുന്നു. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെ ശബ്ദമുയർത്തി. 1913 ഗീതാഞ്ജലി എന്ന ഗാനങ്ങളുടെ പുസ്തകത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും ഏഷ്യക്കാരനുമായിരുന്നു അദ്ദേഹം. ഔപചാരിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ലാത്ത ആ മനുഷ്യൻ അങ്ങനെ നോബൽ സമ്മാനം നേടി. ബഹുമുഖ വ്യക്തിത്വമായിരുന്ന അദ്ദേഹം 8-ാം വയസ്സിൽ കവിത എഴുതുവാൻ തുടങ്ങി. രവീന്ദ്രനാഥിന് 16 വയസ്സുള്ളപ്പോൾ ഭാനു സിംഹ എന്ന ഓമന പേരിൽ അദ്ദേഹം തൻ്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കി. സംഗീതത്തിനും സാഹിത്യത്തിനും നിരവധി കൃതികൾക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഇന്ത്യയുടെ ജനഗണമന, ബംഗ്ലാദേശിൻ്റെ അമർ സോനാർ ബംഗ്ല എന്നീ 2 രാജ്യങ്ങളുടെ ദേശീയഗാനങ്ങൾ രചിച്ചത് അദ്ദേഹമാണ്. 1861 മെയ് 7 കൊൽക്കത്തയിലെ ജാരോസാങ്കോ മാളികയിലാണ് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്. അവസാനത്തെ കുറച്ച് വർഷങ്ങൾ അദ്ദേഹം കഠിനമായ വേദനയിൽ ചെലവഴിച്ചു. 1937 അദ്ദേഹം കോമാവസ്ഥയിലായി. വളരെയധികം കഷ്ടപ്പാടുകൾക്ക് ശേഷം 1941 ഓഗസ്റ്റ് 7 അദ്ദേഹം വളർന്ന ജോറാസാങ്കോ മൻഷനിൽ വെച്ച് മരിച്ചു.